LDF-ൽ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല. LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണനും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവൻ PB മെമ്പറും എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന് പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടായി എന്ന് തന്നെയാണോ? ഏതിനുമില്ലാതെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പക്ഷേ അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റ് രാത്രി 12 മണിക്ക് വന്നപ്പോൾ പറഞ്ഞു ഇത് പെട്ടെന്ന് നടന്നതിന്റെ പിന്നിൽ ഇതിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഈ ഒരു സംഭവത്തെ തെരഞ്ഞെടുപ്പിനെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് എല്ലാ ക്ലിപ്പിംഗ്സും ചോദിച്ചത്. ഞാൻ രാവിലെ പത്രക്കാരെ ഇന്നലെ കണ്ടു പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം ഗൂഢാലോചന എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത്. അത് അത്ര പെട്ടെന്ന് നടന്നല്ലോ ഞാനൊന്നും പറഞ്ഞില്ല. അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്നതിന് നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ പ്രതിഷേധം നടക്കും മുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എന്തിനാണ് പറഞ്ഞത് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് കേസ് എടുത്തിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ എങ്ങനെ അതിലെങ്ങനെ ഒരു ഗൂഢാലോചന? മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞത് ഈ അപകടത്തിൽ സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സംശയമുണ്ട്, അത് ബോധപൂർവമായി അല്ല. നിങ്ങളെ ക്ലിപ്പിംഗ് എടുത്ത് വെക്കുകയോ ഇന്നലെ രാത്രി അവസരം വിനിയോഗിക്കാൻ ഉപയോഗിച്ചു. അല്ല, മാത്രം മിനിസ്റ്റർ പറഞ്ഞു പ്രദേശവാസികൾ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ ഫെൻസിംഗ് അവിടെ കണ്ടില്ല.